ചെങ്കോട്ട സ്ഫോടനം നമ്മുടെ രാജ്യത്തിന് നേർക്കുള്ള ആക്രമണമാണ്. ജീവൻ നഷ്ടമായത് നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യർക്കാണ്. ആ ജീവൻ നഷ്ടമായ നിഷ്കളങ്കരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നമുക്ക് നിലകൊള്ളണം. മരിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം അനുശോചിക്കുന്നു. പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെ. ഭീകരർ നമ്മുടെ സമാധാനത്തെയും സുരക്ഷയെയും വെല്ലുവിളിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ മണ്ണ്, ഇവിടുത്തെ ജനങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഉഗ്രവാദികൾ തീർച്ചയായും മറുപടി അർഹിക്കുന്നു. അവരുടെ ഭാഷയിൽ തന്നെ ആ മറുപടി നൽകേണ്ടതുണ്ട്. അതാണ് നടപ്പാകേണ്ട നീതി. അത് നമ്മുടെ കടമയുമാണ്. അതെന്ന്, എപ്പോൾ, എങ്ങനെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക സുരക്ഷാ ഏജൻസികളും അത് തീരുമാനിക്കും. പക്ഷേ അത് ഉണ്ടായേ മതിയാകൂ. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡൽഹിയെ നടുക്കിയ ആ സ്ഫോടന പരമ്പരയിൽ കൂടുതൽ അന്വേഷണങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ ആണ് ഇതിന് പിന്നിൽ എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഡോക്ടർമാർ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിച്ചു വരുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ജെയ്ഷെ മുഹമ്മദിൻ്റെ കരങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. ശ്രീ കുഞ്ഞാമദ് എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞാമദ്, ഇത് എങ്ങനെ പര്യവസാനിക്കണം എന്നാണ് ശ്രീ കുഞ്ഞാമദ് കരുതുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ട്. നമസ്കാരം. ഇത് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും ഉപരാഷ്ട്രപതി എല്ലാം നിൽക്കുന്ന ഒരു ഏരിയയില് 3 മണിക്കൂർ നേരം ഒരു വാഹനം അവിടെ നിർത്തിയെടുത്ത് ഇന്ത്യന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം എത്ര താഴ്ന്നു കിടക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്പർ 1. എനിക്കിത് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഒരു അപകടം സംഭവിക്കുമ്പോൾ ഉടനെ ഇങ്ങനെ ചിന്തിക്കാനെങ്കിൽ ലോകത്ത് ഈ ഭീകരാക്രമണങ്ങൾ നടക്കാത്ത ഏതെങ്കിലും രാജ്യമുണ്ട്? ഇന്ത്യയെക്കാൾ എത്രയോ വികസിതമായ രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടക്കുന്നത് ഇത് മനസ്സിലാക്കണം, പരിശോധിക്കണം, അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഇന്ത്യയെക്കാൾ ഭീകരാക്രമണം നടക്കുന്ന, ഇന്ത്യയെക്കാൾ വികസിതമായ രാജ്യങ്ങളിലെ ഒരു തീവ്രവാദി സ്വയം പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചാൽ അത് ഇന്റലിജൻസ് പരാജയം, സുരക്ഷാ പരീക്ഷ എന്ന് പറഞ്ഞ് രാജ്യത്തിന് നേരെ തിരിയാതെ ഇത് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന അതിക്രൂരമായ നടപടിയാണെന്ന് ഊർജത്തോടെ പറയാൻ ശ്രീ കുഞ്ഞഹമ്മദിനെ പോലുള്ളവർ എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല? അന്വേഷണം വരട്ടെ സാർ, അന്വേഷണം വരട്ടെ. ഇതെന്തായാലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ലല്ലോ അവിടെ പൊട്ടിത്തെറിച്ചത്. ഇതിന്റെ പുറകിൽ ഈ നാടിൽ നിന്ന് ഇവിടെ ഈ മണ്ണിൽ നിൽക്കുകയും മറ്റൊരു മണ്ണിനോട് പ്രഖ്യാപിക്കുകയും ചെയ്ത മനുഷ്യരല്ലേ ഇതിന് പുറകിൽ? ഇവിടുന്ന് പഠിച്ച് ഡോക്ടറായവർ, ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ദുരിതാശ്വാസം നൽകേണ്ട മനുഷ്യർ, അവരാണ് ഇതിനൊക്കെ പുറകെ പോയിരിക്കുന്നതെന്ന് അറിയുമ്പോൾ എത്ര ലജ്ജാവഹം. ആ കുടുംബം, അവരുടെയൊക്കെ കുടുംബങ്ങൾ പോലും അംഗീകരിക്കാത്ത ആ മനുഷ്യരെ നോക്കി നമുക്കെങ്ങനെ അവരെ നീതീകരിക്കാനാകും? ശ്രീ കുഞ്ഞാമദ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതല്ല നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒരുപക്ഷെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച്, ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയമുണ്ട്. പക്ഷേ ഇത് ഉഗ്രവാദത്തിന് മറുപടി കൊടുക്കേണ്ട നിമിഷമാണ്. ഇന്ത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കണ്ടേ? കടന്നു പോകാൻ കഴിയോ ഇന്ത്യ കൂടെ? നിരപരാധികളെല്ലാം മരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും 140 കോടി മനുഷ്യർക്ക് 240 കോടി സൈനികരെ ഇവിടെ നമുക്ക് നിയമിക്കാനാകില്ല. ഇത് നേരത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നേരത്തെയുള്ള പരിപാടികൾ എന്തായിരുന്നു? സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക. അവരാക്രമിച്ച ആരൊക്കെയാണ്? CRPFന്റെ വാഹനങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യുക, പാർലമെന്റിലേക്ക് അറ്റാക്ക് ചെയ്യുക. ഇപ്പൊ അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റാതായി. അപ്പൊ തെരുവിൽ നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ കൊല്ലുക. എന്നിട്ട് ഈ രാജ്യത്ത് അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആളുകൾ ഈ ഭരണകൂടത്തെ അവിശ്വസിക്കുക, ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് പറയുക, ഇവിടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുക, രാജ്യത്തിന് ഭരണത്തിൽ അസ്ഥിരതയുണ്ടാക്കുക, അതോടൊപ്പം സാമൂഹ്യ ഐക്യം തകർക്കുക. അവരുദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നടപ്പിലാക്കാൻ അനുവദിച്ചുകൂടാ. അതിൽ കുഞ്ഞാമദിനെ പോലുള്ളവർ മാറി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാബു എന്നോടൊപ്പം ചേരുന്നു. പാകിസ്ഥാനിലും ആക്രമണം, അപ്പോൾ ഇന്ത്യയിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഗോളാന്തരം എന്നോടൊപ്പം ചേരുന്നു. പാകിസ്ഥാനെതിരെ പറയാൻ ധൈര്യമില്ലാത്തവർ ഇവിടെയുണ്ടെന്ന് പറയുന്നു. കുഞ്ഞാമദിൻ്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് ലക്ഷ്മി ചോദിക്കുന്നു. യെസ്,
യെസ്, അപ്പോൾ ഇത് സംബന്ധിച്ച ആളുകൾ ഓരോന്നായി പിടിയിലാവുകയാണ്. ഇത് ഇൻ്റലിജൻസ് വൃത്തത്തിൻ്റെ ഒരു പരാജയമെന്ന് നമുക്ക് പറയാനാകില്ല. ഒക്ടോബറിൽ നടന്ന ഒരു ലഘുലേഖ വിതരണം, ജമ്മു കാശ്മീരിൽ നടന്ന ഒരു ലഘുലേഖ വിതരണത്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഫരീദാബാദിലെത്തുന്നത്. അവിടെ വെച്ചാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അവിടെ ഈ ഡോക്ടർ മുസാമിൽ ഒരു റെൻറ്റഡ് ഫ്ലാറ്റ് എടുത്തിരുന്നുവെന്നും അവിടെയാണ് ഈ ഉഗ്രസ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതിനെ തുടർന്ന് ഈ ആളുകളെ, ഡോക്ടർ ഉമറിനെ പോലുള്ളവരെ, തീവ്രവാദ സേനയിൽപ്പെട്ട ആളുകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു രക്ഷയുമില്ലാതെ സ്വയം പൊട്ടിത്തെറിക്കാൻ ആ ഉഗ്രവാദി തീരുമാനിച്ചത്. അപ്പോൾ ഇത് രാജ്യം ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇത് അയാളുടെ തന്നെ ആണോ ഈ ശരീരം എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള DNA സാമ്പിളുകൾ പരിശോധിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ്റിനോട് ഡൽഹി ബ്ലാസ്റ്റിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നാണ്. രാജ്യതലസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങളോട് തുറന്നു പറയണം എന്ന് പവൻ ഖേര പറയുന്നു. 18 മണിക്കൂർ കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം വരുന്നു. ദർ ഇസ് നോ ക്വാളിറ്റി ഫോർ ദ ഗവൺമെൻറ്, ഹോം മിനിസ്ട്രി, ഡൽഹി പോലീസ് എന്നൊരു ആക്ഷേപം വരുന്നു. ദർ ഇസ് ഫിയർ ആൻഡ് കൺസേൺ among the people that such things happened in a country's capital, so it is important to have answer and there should be clarity on it എന്നാണ് പവൻ ഖേര പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്. ഇവിടെ ജനങ്ങൾ ആശങ്കാഭരിതരാണ്, അതുകൊണ്ട് കൃത്യമായൊരു ഉത്തരം വേണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കരുതുന്ന ഡോക്ടർ ഉമാൻ നബിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള അന്വേഷണം വളരെ ഗൗരവമായി നടക്കുന്നു. അയാൾ ആണ് ഈ ഹുണ്ടേ i20 കാർ ഓടിച്ചിരുന്നത് എന്ന കാര്യങ്ങൾ ഏറെക്കുറെ ധാരണയിലാകുന്നു. ഏതാണ്ട് മരണസംഖ്യ 13ലേക്ക് കടക്കുമോ എന്ന ആശങ്ക വരുന്നു. അയാൾ പുൽവാമ ജില്ലയിലെ കോളി വില്ലേജിൽ നിന്നുള്ളതാണ്. മാത്രവുമല്ല ഡോക്ടർ ഉമ്മൽ നാസി ഇപ്പോൾ വളരെ ഒരു അന്തർമുഖനായിരുന്നു ചെറുപ്പകാലം തൊട്ട് എന്ന് അവിടെ നിന്ന് അന്വേഷണ ഏജൻസികൾ പുറത്തുനിന്നു. അയാൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറും ഈ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു നടന്ന ഒരാളാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു. ഹി ഹെയിൽസ് ഫ്രം കോളി വില്ലേജ് ഇൻ പുൽവാമ. മുസാമിൽ അയാളുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഇത് സംബന്ധിച്ച് അയാളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദര ഭാര്യ ആണ് ഈ കാര്യം ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശ്രീ ദിവാകരൻ എന്നോടൊപ്പം തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ദിവാകരൻ, വളരെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ്? നമസ്കാരം. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ മതഭ്രാന്തന്മാരല്ല സാറേ രാജ്യം നശിപ്പിക്കുന്ന അവരിൽ ഓപ്പൺ ജയിലിലിടുക, എന്നിട്ട് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് നല്ല വഴിക്കെത്തുക. പിന്നെ സാറേ ഇത് ആഭ്യന്തര വകുപ്പിന്റെ തകരാറാണ്. അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം കൂടുതൽ പ്രേക്ഷകർ ചേരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഏതായാലും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഈ ഘട്ടത്തിൽ വരുന്നു. ഇസ്രായേൽ മിനിസ്റ്റർ ഫോർ ഫോറിൻ അഫയേഴ്സ് ഗിഡിയൻ സാർ പിന്നെ ഈ ദുഃഖം ഈ പ്രശ്നത്തിൽ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇസ്രായേലിൻ്റെ ആ ദുഃഖം അവർ അറിയിക്കുകയും ചെയ്യുന്നു. നിരപരാധികളായ മനുഷ്യരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ പരിക്കേറ്റവർക്ക് പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം ഇസ്രായേൽ സ്റ്റാൻഡ്സ് വിത്ത് ഇന്ത്യ ഇൻ ഇറ്റ്സ് ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസം എന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി പറയുകയാണ്. ഇന്ത്യക്കൊപ്പം തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പ്രഖ്യാപിക്കുന്നത്. ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാമപുരത്തു നിന്നാണ്. ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, അവർ എല്ലാ കുളത്തിനും പിടിച്ച് 300 കിലോ വെടിമരുന്ന് പടക്കമരുന്ന് എല്ലാം കൂടി പിടിച്ച് വറകെ കൊണ്ടുവന്ന് അവസാനം കള്ളന്മാർക്ക് നിക്കപ്പൊതില്ല വന്നപ്പോൾ 150 മീറ്റർ മാറിയാൽ അവിടെ നമ്മൾ ഇന്ത്യൻ ഭടന്മാരുണ്ടായിരുന്നു. 150 മീറ്റർ മാറിയാൽ മതി. അപ്പൊ എന്തും സംഭവിക്കാൻ അവസാനം മരിക്കുമെന്ന് കണ്ടപ്പോൾ അയാൾ മനഃപൂർവ്വം അവിടെ പൊട്ടിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ത്യ താങ്കളുടെ അഭിപ്രായം? അപ്പൊ ഇത് ഏതായാലും ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ജെയ്ഷെ മുഹമ്മദ് എന്നാൽ മുഹമ്മദിന്റെ സേന എന്നാണ്.
ഈ ലോകത്ത് നൂറുകണക്കിന് മനുഷ്യരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്താഗതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ മുഹമ്മദിൻ്റെ സേന എന്ന തെറ്റായ പ്രയോഗം എങ്ങനെ ഈ സംഘടനയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിന് ശേഷം ഈ മെഹ്മൂദ് അസൂറിനെ പോലുള്ളവർ ആകെ ആശങ്കാഭരിതരായിരുന്നു. ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം അത് വരുന്നു. അതോടൊപ്പം ഏറ്റവും ആശങ്കാജനകമായ കാര്യം റിക്രൂട്ട്മെന്റ് കോറിഡോർ, അതായത് റിക്രൂട്ട്മെന്റ് ഇടനാഴികകൾ സ്ഥാപിക്കുന്നു. ഇന്ത്യക്ക് സമീപത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യക്ക് സമീപത്തുള്ള രാജ്യങ്ങളിൽ ഇതുപോലുള്ള ടെറർ ക്യാമ്പുകൾ ആരംഭിച്ച് അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്നോടൊപ്പം അനഘ ചേരുന്നു. അനഘ, ഇത് ഈ രാജ്യം തിരിച്ചടി നൽകേണ്ടതല്ലേ എന്ന ചോദ്യം ഇനി പ്രസക്തമാണോ? എത്ര വേഗത്തിൽ, എത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചടിക്കുമെന്നാണ് കരുതേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇനി ഏത് രീതിയിലുള്ള തീവ്രവാദം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. ഓൾറെഡി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വൈറ്റ് കോളർ ടെററിസവും ഇപ്പൊ നടക്കുന്നുണ്ട്. ഈ പിടിച്ച ആൾക്കാരൊന്നും 10ാം ക്ലാസ് തോറ്റവരോ ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, സോ കോൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു വ്യാപ്തി അത് വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ 3 ദിവസം ഓരോ ഇന്ത്യയുടെ പല പല ഭാഗത്തു നിന്നും ഈ പറയുന്ന എക്സ്പ്ലോസീവ് സാധനങ്ങൾ റെയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരു ലേഡി അടക്കം പലരും ഇന്ന് കസ്റ്റഡിയിലുണ്ട്. അപ്പം ഇത് ചാന്ദിനി ചോക്ക്, അപ്പൊ നമ്മള് എന്റെ അച്ഛൻ പട്ടാളം സാറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ തൊട്ടപ്പുറത്താണ് ചാന്ദിനി ചോക്ക്. അവിടെയൊക്കെയാണ് ഈ എക്സ്പ്ലോഷൻ നടന്നെങ്കിൽ ഇതിന്റെ വ്യാപ്തി എന്തുവായേനെ? ഇന്ത്യ ഈ ഒരു സ്ഫോടനം നടന്നപ്പോൾ തന്നെ ഇന്ത്യക്ക് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. വ്യക്തമാണെന്ന് അനഘ, നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് വളരെ സുപ്രധാനമായ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. റാഡിക്കൽ നെറ്റ്വർക്കിന്റെ ബന്ധം ഒക്കെ ഇതിൽ വ്യക്തമാകുന്നു. ടെലിഗ്രാം പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഈ ആളുകൾ തീവ്രവാദവൽക്കരിക്കപ്പെട്ടത് എന്ന് വരുന്നു. ഡോക്ടർമാരുടെ ഒരു സംഘം ഇതിന് പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്നു. ഡോക്ടർ അദീലിന്റെ അടുത്ത അനുയായികളെ സംബന്ധിച്ച് പരിശോധന നടക്കുന്നു. അനന്ത്നാഗിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്ത ഡോക്ടർമാരാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയത് ഈ സ്ഫോടക വസ്തുക്കളുടെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ആളുകളാണെന്ന് മനസ്സിലാകുമ്പോൾ അത് ഈ രാജ്യത്തെ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്നോടൊപ്പം കേശവദാസ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ചേരുകയാണ്. ശ്രീ കേശവദാസ്, ആന്ധ്രാപ്രദേശിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുപ്പതി. ഞാൻ ഞാൻ ഓർക്കുന്നു ശ്രീ കേശവദാസ് തിരുപ്പതിയിൽ നിന്ന് പലതവണ വളരെ സന്നിഗ്ധ ഘട്ടത്തിലൊക്കെ നമ്മുടെ പൊതുവേദിയിലൊപ്പം ചേർന്നിട്ടത്. ഏതായാലും ഇന്നും താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞത് വളരെയധികം ഇത് നൽകുന്നു. ഏതായാലും ഈ അവിടെ എങ്ങനെയാണ് മലയാളികളൊക്കെ എന്താണ് സംസാരിക്കുന്നത് ശ്രീ കേശവദാസ്? സാർ, ഇവിടുത്തെ മലയാളികളെന്നല്ല, ത്രൂ ഔട്ട് ഇന്ത്യൻസ് എന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിംസിന്റെ സപ്പോർട്ടില്ലാണ്ട് ഇവർ ഒരു ആക്രമണം നടത്തില്ല പാകിസ്ഥാൻ. ഇപ്പൊ സാറ് എന്ത് പറഞ്ഞാലും ഉടനെ മുസ്ലിമിനെ പറയുമ്പോ പല മീഡിയക്കാരും വന്ന് അവരെ ന്യായീകരിച്ചിരിക്കും. ഇന്ന് ഒരു ഡോക്ടറാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ പഠിപ്പിച്ച പിള്ളേർ എത്ര ഉണ്ടാവും നോക്കിക്കോളാം സാർ നാളെ. അതാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ച് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെയാണ്. അപ്പൊ ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഇവരെന്തായിരിക്കും കുത്തിവെക്കുന്നത് അല്ലേ? കുത്തിവെക്കുന്നത് അതും അന്വേഷിക്കണം. അതിനും പ്രത്യേകിച്ച് ആ സ്കൂൾ, ആ മെഡിക്കൽ കോളേജിൽ പഠിച്ച മുസ്ലിം പിള്ളേരെ നമ്മളിപ്പോ തന്നെ എൻക്വയറി ചെയ്തില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ ഇത് നാളെ വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്കാണ് സാർ പോവുക. അതേതായാലും ഇത് അങ്ങ് സൂചിപ്പിച്ച വളരെ സുപ്രധാനവും പ്രസക്തവുമായ കാര്യമാണ്. ഇവരുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും പരിശോധിക്കേണ്ടതാണ്. അപ്പം ഇപ്പം പല ആളുകളും ഈ നമ്മുടെ ഇന്ത്യയിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അർപ്പിക്കുന്നു. നമ്മുടെ ന്യൂസ് 8 എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നന്ദകുമാർ പറയുന്നു. ഇതിന് കനത്ത തിരിച്ചടി നൽകണം എന്ന് രമേഷ് KS പറയുന്നു. സതി ബാബുരാജ് കുറേ ദിവസമായി നമുക്കൊപ്പം ഉണ്ടായില്ല, ഇന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി പറയുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു എന്നാണ്. ഞാൻ ആകെ വികാരഭരിതനാണ് കൃഷ്ണൻകുട്ടി. അങ്ങ് ഇത് എത്ര തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് താങ്ങാവുന്നതിലപ്പുറമാണ്. ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെ, സമാധാനത്തെ തകർക്കാനായി ഒരു മതത്തിന് തെറ്റായി വ്യാഖ്യാനിച്ച് അതിന് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം നൽകേണ്ട ഒരു ഡോക്ടറെ ഇത്തരത്തിൽ ഇൻഡോക്ട്രൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കുന്ന ആ ഉഗ്രവാദികൾക്കെതിരെ മറുപടി ഈ രാജ്യം എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നതിൻ്റെ ശക്തമായ മുറവിളികളാണ് ലോകത്തെ എല്ലായിടത്തു നിന്നും ഉയരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നോടൊപ്പം ഇതയം മുരളി ചേരുന്നു. ഇതയം മുരളി, നമസ്കാരം.
എന്താണ് നാഷണലിസ്റ്റ് ജനതാദളിന്റെ ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എന്താണ് ഈ കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഉമർ യു നബി എന്ന് പറയുന്ന ഒരു ഡോക്ടർ നോക്കൂ, 1989 ഫെബ്രുവരി 24 ജനിച്ചതാണ്. ജമ്മു കശ്മീരിലെ പുൽവാമയിൽ സ്വദേശിയാണ്. നബി ഭട്ടിന്റെ മകനാണ്. ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS-നും MD-ക്കും അവസരം ലഭിച്ചു. നോക്കൂ, ഈ രാജ്യത്ത് ഇവിടെ പഠിക്കാനുള്ള MBBS-ന് MD-ക്കൊക്കെ അവസരം നൽകുമ്പോൾ അത് പ്രയോജനപ്പെടുത്തേണ്ടത് നൂറുകണക്കിന് മനുഷ്യരുടെ വേദന ഒഴിവാക്കാനല്ലേ? നോക്കൂ, ഇന്ന് അയാൾ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആളുകളെ, അല്ലേ ശ്രീ ഇതേ മുരളി? അതെ അതെ സാറേ, ഇത് കാണുമ്പോ പല പല വിഭാഗങ്ങളിലും ഈ തീവ്രവാദികൾ ഞൊഴിഞ്ഞു കയറിയിട്ടുണ്ടോ എന്നാണ് സംശയം. അപ്പോൾ നമ്മുടെ ഈ സംഭവത്തിൽ ആദ്യമായിട്ട് നാഷണൽ ജനതാദളിന്റെ അനുശോചനം അറിയിക്കട്ടെ. ഓക്കെ, നമ്മള് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ഒരു 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 സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട സമയമായി. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉടനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഏതായാലും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നു. പ്രധാനമന്ത്രി തിരിച്ചെത്തിയാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. വിജയൻ എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേർന്നു. വിജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ തിരിച്ചടി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമസ്കാരം, വേഗം. ഇനി പാകിസ്ഥാനെ വേണ്ട, പാകിസ്ഥാനെയൊക്കെ തരിപ്പണമാക്കണം. കാരണം ഈ ലോകത്തിന് തന്നെ ആപത്താണ് ഈ പാകിസ്ഥാന്റെ പേരും പറഞ്ഞ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ ഒരു കാരണവശാലും ഇനി വെച്ചോണ്ടിരിക്കേണ്ട, തിരിച്ചടിക്കുകയല്ല വേണ്ടത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡോക്ടർ മുസിൽ അഹമ്മദ് ഗനായ് ഫരീദാബാദിലെ ദൗജ് ഗ്രാമത്തിലെ ഒരു വാടക ഫ്ളാറ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കളുടെ ശേഖരമൊക്കെ കണ്ടെത്തുന്നത്. കാശ്മീരിലെ ഘാസിൽ ഗണ്ടിയിൽ നിന്നുള്ള ഡോക്ടർ അദീൽ അഹമ്മദ് റാവത്തർ അറസ്റ്റിലായപ്പോൾ മോഡ്യൂളിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാറിന്റെ ഉടമയെന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് മൊഡ്യൂളുമായി ബന്ധമുള്ളയാളാണ്. താരിഖ് എന്നയാൾ വഴിയാണ് ഇയാൾക്ക് കാർ ലഭിച്ചിരിക്കുന്നത്. ഇത് പല ആളുകൾ കൈമാറി ഈ കാർ കിട്ടിയതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്നൌവിൽ താമസിക്കുന്ന ഒരു ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന സ്ത്രീയെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, സ്ത്രീകൾ തീവ്രവാദത്തിന് ഇറങ്ങുകയാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടില്ല സ്ത്രീകൾ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വരികയും ആളുകളെ കൊല ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെ താല്പര്യപ്പെടുകയും ചെയ്തു വരുന്ന ഒരു കാലമില്ല. പക്ഷേ ഇത് അതും തുടങ്ങിയിരിക്കുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? മനുഷ്യജന്മം കൊണ്ട ചില രാജ്യദ്രോഹികൾ മനുഷ്യജന്മമായി പോയി. പക്ഷെ ആ രാജ്യദ്രോഹികൾ നമ്മളെ മനുഷ്യരോടും രാജ്യത്തോടും ഒരു സ്നേഹവും ഇല്ലാത്ത വർഗമാണ്. ഏതായാലും ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പൗരന്മാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് എതിർക്കണമെന്ന് മാത്രമാണ് സാർ ചുരുങ്ങിയ വാക്കിൽ ഞാൻ പറയുന്നു. യെസ്, വ്യക്തമാണ്. അപ്പോൾ ശബ്ദം എന്നോട് പറയുന്നു, ദരിദ്രരായ ജനങ്ങളെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഡോക്ടർമാരെ പോലുള്ളവരെ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ ഇത് എങ്ങനെ ഇവർക്ക് പ്രേരിപ്പിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഇവിടെ വരികയാണ്. അപ്പോൾ എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു സുനിൽ കുമാർ. ഓക്കെ, തക്ക തിരിച്ചടി നൽകണം എന്ന് ശരൺ പറയുന്നു. വിലാസ് മോൻ എന്നോട് പറയുന്നു ഇതൊക്കെ അടുത്തു നിന്ന് മെഡിക്കൽ അഡ്വൈസ് നേടിയും ഒക്കെ ഉള്ള ആളുകളുടെ കാര്യം എന്ത് കഷ്ടമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദകുമാറുണ്ട്, എന്നോട് പ്രമോദുണ്ട്, സതി ബാബുരെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പമുണ്ട്. ഇത് സുമേഷ് വി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ കുമാറുണ്ട്, അജയ് ജയകുമാർ ഈ മദ്രസകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു ഒക്കെ ഉള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം. ശ്രീ മുഹമ്മദ് മഞ്ചേരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഒരു യുദ്ധത്തിൽ കലാശിക്കേണ്ട സാഹചര്യമാണോ പാകിസ്ഥാൻ സൃഷ്ടിച്ചു വെക്കുന്നത്? നമസ്കാരം സാറേ. യെസ്, നമസ്കാരം. വളരെ വേഗത്തിൽ പറയാൻ പോവാണ്. പിന്നെ ഇത് ആര് ചെയ്താലും അവർക്ക് കാര്യമായ ശിക്ഷ കൊടുക്കണം. അവരെപ്പം തന്നെ തൂക്കിക്കൊല്ലണ ഏർപ്പാട് ചെയ്യണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. യെസ്, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് ഡോക്ടർ ഉമറിൻ്റെയും അമ്മ ഷമീമ ബനോയിയും സഹോദരങ്ങളായ സഹൂർ, ആഷിഖ് നബി എന്നിവരെ പുൽവാമയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് അവരിൽ നിന്ന് വിശദാംശങ്ങൾ ചോദ്യം ചെയ്തു. സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു ഭീകര മോഡ്യൂളിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഫരീദാബാദ് അതിൻ്റെ ഇതുണ്ടായിരുന്നു. ജമ്മു കശ്മീർ പോലീസ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തുന്നു. ഏതായാലും ഡോക്ടർ ഉമർ ഒളിവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ അയാൾ ഉപയോഗിച്ച ഒരു മാർഗമാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, എന്നോടൊപ്പം ചേരുന്ന KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന്. കുമാർ, ഇത് പാകിസ്ഥാനെ നമ്മൾ ഒരു തവണ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീവ്രവാദികളെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ അസന്നിഗ്ധമായി പറഞ്ഞു. പക്ഷേ ഇത് ഇന്ത്യയെ നിർബന്ധപൂർവ്വം ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന നടപടിയാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നത്. അല്ല, അവര് അങ്ങനെ ആയിരിക്കും കരുതിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും അവർ ഒപ്പിക്കുന്നത്. അപ്പൊ
ഇവര് പിന്നെ ഡോക്ടർ ആയാലും ശരി, എന്തായാലും ശരി തന്നെ ഇവര് ഈ പിന്നെ ജന്മനെ ഉള്ള ഈ ഒരു ഇത് മാറിപ്പോകത്തില്ലെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. കാര്യം ഇവനൊക്കെ എന്തിനാ ഇത്രയും പഠിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പഠിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കുടുംബത്തിനോ ഈ രാജ്യത്തിനോ ഈ സമൂഹത്തിനോ ഉണ്ടോ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്കിന്ന് സമയക്കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ലാൻഡ് ലോർഡ് അവിടുത്തെ ഒരു ഗുഡ്ഗാവിൽ നിന്ന് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങൾ വരുന്നത് ഈ കാറുമായി ബന്ധപ്പെട്ട ആളാണ്. അവിടുത്തെ ഈ 2016 മുതൽ 20 വരെ ഈ കാർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ടീം ഓഫ് ഡൽഹി ആൻഡ് ഗുഡ്ഗാവ് പോലീസ് ഓൺ മൺഡേ ഡീറ്റെയിൻഡ് ഹരിയാന രജിസ്റ്റേർഡ് കാർ ഓണർ ഫസ്റ്റ് മുഹമ്മദ് സൽമാൻ. അതിനുശേഷമാണ് ഈ വിവരങ്ങൾ അന്വേഷിച്ചു വന്നത്. ഇപ്പോൾ ഇത് അംബാലയിൽ ഒരാൾക്ക് വിറ്റു. അങ്ങനെ അത് പിന്നെയാണ് താരിഖ് എന്ന പുൽവാമക്കാരന് ഇത് കിട്ടുന്നത്. അപ്പോൾ കോൺഗ്രസ് ഹാസ് ടു പ്രൊവൈഡ് ക്ലാരിറ്റി. അപ്പോൾ ഫാമിലി ഈ ഡൽഹി ബ്ലാസ്റ്റിൽ പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് നോക്കൂ, അവർക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കളുടെ കുടുംബാംഗങ്ങൾ ഇതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ പോയത് ആ കുടുംബത്തെ പോലും നാണിപ്പിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ അമിത്ഷാ ഇപ്പോൾ നേരത്തെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു, ഉന്നതതല യോഗം നടത്തിയിരുന്നു. അപ്പോൾ മറ്റൊരു സുരക്ഷാ അവലോകന യോഗം കൂടി നടത്തണം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. അപ്പോൾ CCTV ഫൂട്ടേജുകൾ കൂടുതൽ ലഭിക്കുന്നു. ഈ ഹണ്ടേ I-20 പാർക്ക് ചെയ്തിട്ടുള്ള ഫരീദാബാദിൽ പെട്രോൾ പമ്പിലെത്തിയതും അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെയും കുറച്ച് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഒക്ടോബർ 29 തൊട്ടുള്ള ഈ കാറിൻ്റെ ചില വിവരങ്ങൾ കൂടി അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്നോടൊപ്പം മിനി ടീച്ചർ മാവേലിക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മിനി ടീച്ചർ ഒരു അധ്യാപികയാണ് ടീച്ചർ. ഇത് കുട്ടികളെ മനുഷ്യ നന്മയ്ക്കായി മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഇതുപോലുള്ള ഡോക്ടർമാരും അതുപോലെ ഈ പിടിക്കപ്പെട്ടതും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെയാണ്. എന്ത് തോന്നുന്നു ഒരു അധ്യാപിക എന്ന നിലയിൽ ഇതെങ്ങനെയാണ് ഈ അധ്യാപകർക്ക് ഇങ്ങനെയൊക്കെ തീവ്രവാദത്തിലേക്ക് വഴിതിരിയാൻ സാധിക്കുന്നത്? സാറേ, സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ പറയേണ്ടത്. ഫസ്റ്റ് കോളർ അത് കേട്ടപ്പോ തന്നെ ശരിക്കും വിഷമം ഉണ്ടായി. നാടില്ലെങ്കിൽ ഈ പറയുന്ന ആരുമില്ല ഉണ്ടോ. പിന്നെ ഈ ഡോക്ടേഴ്സ് അതൊക്കെ പറയുന്നത് സാറേ, അത് അവർക്ക് പെർട്ടിക്കുലർ എയിം ആയിരിക്കും. അല്ലെ ഒരു ഡോക്ടർ എന്ന് പറയാൻ അതിന്റെ എത്തിക്സ് എന്തോ ആളുകളെ പരിചരിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു ഫീൽഡാണത്. ആരോഗ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, നഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയിലെ മാലാകമാരായി നമ്മൾ കാണുന്ന മനുഷ്യരാണ്. വേദന അല്ലേ ഒഴിവാക്കാൻ ദൈവം ഇറങ്ങി വന്നു എന്ന് വരെ നമ്മൾ അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കും. കാരണം എല്ലാവരുടെയും സാന്ത്വനമാണ് അവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നാട്ടിൽ കിടന്നുകൊണ്ട് അങ്ങനെ പറയുന്നതൊക്കെ ശരിയാണോ സാറേ? യെസ്, ഓക്കെ, വ്യക്തമാണ്. ഇന്ന് നമുക്ക് ടീച്ചർ ഒരുപാട് കോളേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഏതായാലും നമുക്ക് ടീച്ചർ സ്ഥിരം പ്രേക്ഷകയാണ്. നമുക്ക് കാണാം. വിളിക്കുന്ന പ്രേക്ഷകരുടെ സമയമില്ല, വേഗം പറയുന്നു പറഞ്ഞിട്ട് താങ്കൾ വായന ഞാനിതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ പറയുന്നത്. ടിമി വിഷമിക്കേണ്ട. ഇത് നമുക്ക് ഒരുപാട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഇന്ത്യയിലെമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ന്യൂസ് 18 പ്രേക്ഷകരെല്ലാം ഈ അനുനിമിഷം ഇതിൻ്റെ എന്താണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്ന് അറിയാൻ കാത്തിരിക്കുന്നു. അപ്പോൾ കുട്ടികളെ രാജ്യസ്നേഹമുള്ളവരായി വളർത്തുന്ന സ്കൂൾ വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. രാംദാസ് ആണ് ആ അഭിപ്രായം പറയുന്നത്. തെക്കൂട്ട് രാംദാസ് വളരെ കറക്റ്റാണ്. വിദ്യാഭ്യാസ ഘട്ടത്തിൽ ദേശസ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്കാവശ്യം. ഓക്കെ, ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വിഷ്ണു വിജയൻ പറയുന്നു മെഡിക്കൽ കോളേജ് IIT-യിലൊക്കെ പഠിക്കുന്ന അവരെ ഇൻ്റലിജൻസ് വാച്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ജെയ്ഷെ മുഹമ്മദും അൻസർ ഗസ്വത്തുൽ ഹിന്ദും ഒക്കെ ഇതിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേർന്നു. ശ്രീ ഡേവിഡ് വിജയ്, അങ്ങ് ഗുജറാത്തിൽ ഒരു കാര്യം ആദ്യം എന്റെ പ്രതിഷേധം ആദ്യം പറഞ്ഞ ചങ്ങാതി പറഞ്ഞ എന്താ ഇവിടുത്തെ സുരക്ഷാ വീഴ്ചയായിരുന്നു. ഷൊർണൂരിനെ പോലെ ഒരു ചെറിയ സ്ഥലത്ത് ഡീസലും കൊണ്ടുപോയിട്ട് കയറിയിട്ട് ഏതാണ്ട് എലത്തൂരപ്പുറം തീയിട്ടപ്പം അത്ര ചെറിയ ഒരു സ്ഥലത്ത് പോലും പിടിക്കാൻ പറ്റാത്ത ഇത്രയും വലിയ ഡൽഹി താങ്കൾക്ക് അറിയാലോ, താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ ഇതുമാതിരത്തെ മെന്റാലിറ്റി വെച്ച് വളർത്തുന്നവരും എന്തെങ്കിലും എടുത്തുമ്പം ക്രിട്ടിസൈസ് ചെയ്യുന്നവരുമാണ്. പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് വിദ്യാഭ്യാസം ഏതാണ്ട് സ്വഭാവ ഗുണമില്ലാത്തവൻ വക്രബുദ്ധി, അത് അത്രയ്ക്ക് നീചന്മാർക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ ഇറ്റ് ഈസ് ലൈക്ക് താങ്കളുടെ കോൾ
എന്തോ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. ഓക്കെ, അരുൺ ചെങ്ങന്നൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അരുൺ, നമസ്കാരം. ആദ്യത്തെ കോളറായ കുഞ്ഞു മുഹമ്മദിന്റെ സംസാരവും ഇന്ത്യയിലെ ഏറ്റവും വിജിലന്റായ ഒരു ഡിഫൻസ് സംവിധാനത്തെ പഴിചാരി സംസാരിച്ച സംസാരവും നമ്മൾ കേട്ടതല്ലേ. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഈ മനോഗതിയാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ന്യൂയോർക്കിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള എല്ലാവിധ സൈനിക സംവിധാനവുമുള്ള ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡൽഹി. ഇത് ചെയ്തത് ആരാണെന്ന് പറഞ്ഞാലും മോദിജി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ വേരറത്തിരിക്കും, ഇതിന് ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കും. പക്ഷെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ, ആദ്യത്തെ കോളറുടെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്, ആദ്യത്തെ കോളറുടെ കാര്യം, ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഈ സ്ഫോടനം നടത്തിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനം മൊത്തം ഉപയോഗിച്ച് പ്രൊഫഷണലുകളായിട്ട് പഠിച്ചിറങ്ങിയിട്ട് ഈ മതത്തിന്റെ പേരിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, ഇന്ത്യയിലാണ് ഏറ്റവും വലിയ മതേതരം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഈ രീതിയിലുള്ള സ്ഫോടനങ്ങൾ, നിരപരാധികളായ ആൾക്കാരാണ് കൊല്ലപ്പെട്ടേക്കുന്നത്, വെറും നിരപരാധികളായ ആൾക്കാർ. ഇതിനകത്ത് അവരുടെ നിത്യജീവിതത്തിനായി ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി സാധാരണക്കാർ തെരുവിലെത്തി അവരെയാണ് വരെ കഷ്ടപ്പെട്ട് അതൊരു സ്ട്രീറ്റിലെ സാധാരണക്കാരായ, അതിനകത്ത് എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാരുണ്ട്. അതിനകത്ത് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഇല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാരുണ്ട്. ഒരു ദിവസം 14-16 മണിക്കൂർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്കിന്ന് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ്. ഒക്കെ 2001 ആണ് ഈ ജെയ്ഷെ ഇതുപോലെ ഒരു ആക്രമണം നടത്തുന്നത്, ഒരു സൂയിസൈഡ് ബോംബിംഗ് ആണ് അന്ന് നടത്തുന്നത്. അത് ജമ്മു ആൻഡ് കശ്മീരിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ലക്ഷ്യം വെച്ചാണ് ശ്രീനഗറിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. അതിൽ 38 മനുഷ്യരെ അന്ന് കൊന്നു. 2001 ഇന്ത്യൻ പാർലമെൻറ്റിനെ ആക്രമിക്കുകയാണ് ഡിസംബർ 13. നമുക്കൊക്കെ അറിയാവുന്നൊരു ഒരു നീക്കമാണത്. ഫിയാദീൻ എന്ന് പറഞ്ഞ് എന്തോ വലിയ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പോലെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ആക്രമിച്ച് കയറുകയാണ്. അവിടെ സുരക്ഷാ ജീവനക്കാർ അതിന് കൃത്യമായ മറുപടി കൊടുത്തു. നമ്മുടെ 8 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അന്നുണ്ടായി. അതുപോലെ തന്നെ 2016 പത്താൻകോട്ട് എയർബേസിലേക്ക് ജനുവരി 2016 ജെയ്ഷെ ആക്രമിക്കുകയാണ്. ഉറിയിലും അവരുടെ പങ്കുണ്ട് എന്ന് നമുക്ക് സംശയമുണ്ട്. പുൽവാമയിൽ 2019 ഒരു സൂയിസൈഡ് ബോംബർ വന്ന് ഇതുപോലെ വണ്ടി ഇടിച്ച് കയറ്റുകയാണ് CRPFിൻ്റെ വാഹനങ്ങൾക്ക് നേരെ. അങ്ങനെ 40 സൈനികരെയാണ് അന്ന് നമുക്ക് നഷ്ടമായത്. ഇങ്ങനെ സ്വയം ചാകാൻ മടിയില്ലാതെ ഇത് ഇങ്ങനെ മരിച്ചാൽ എന്തോ വീരസ്വർഗം കിട്ടുമെന്ന അബദ്ധജടിലമായ ധാരണ വെച്ചുകൊണ്ട് ബോംബുമായി തെരുവുകളിലിറങ്ങി സാധാരണ മനുഷ്യരുടെ സമാധാനം കെടുത്തുന്ന ഇത്തരം ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു നീണ്ട നിരയാണിത്. ഇതെങ്ങനെയാണിത് ഒരു സ്വർഗം കിട്ടുന്ന നടപടിയാണെന്ന് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ശ്രീ ബിനോയ്, ഇത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ കൊടുത്ത മറുപടി കുറഞ്ഞുപോയി എന്നതിന്റെ സൂചനയാണോ ഇപ്പോഴത്തെ ഈ സ്ഫോടനം? നമസ്കാരം മനു. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം തന്നെയാണ്. ആദ്യം ഈ ഒന്നും അറിയാതെ മാർക്കറ്റിൽ വന്ന് മരിച്ച ആ കുടുംബാംഗങ്ങൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാരണം നമ്മളെല്ലാവരും പുറത്ത് മാർക്കറ്റുകളിലൊക്കെ പോകുന്നവരാ. ഒന്നും അറിയാതെ നിരപരാധികളെ കൊല്ലുന്ന ഈ തീവ്രവാദികളുടെ മതം, അവർക്ക് മതമോ ജാതിയൊന്നുമില്ല, അവരുടെ മതമാണ് തീവ്രവാദം. ഈ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുവാൻ ഇന്ത്യയിലെ ഭരണകർത്താക്കളോടൊപ്പം ഏതറ്റം വരെ പോകാനും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും നമ്മളുടെ പ്രസ്ഥാനവും തയ്യാറാണ്. ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവരെയൊന്നും പേരിനോടൊപ്പം ഡോക്ടറെന്ന് പോലും ചേർക്കരുത്. തീവ്രവാദി എന്നാണ് അവന്റെയൊക്കെ പേരിനോടൊപ്പം ചേർക്കേണ്ടത്. ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മതവും ജാതിയും സംവിധാനവും ഒക്കെ ഉള്ള നമ്മളുടെ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കിത് ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു ദൃശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 29 ദൃശ്യം നമുക്ക് CCTVകളിൽ കിട്ടുകയാണ്. അവിടെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വാഹനമാണ്, ഈ ഹണ്ടൈ വാഹനമാണ് പിന്നീട് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ആ ഹണ്ടൈ വാഹനം അത് ഒരു പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞ 29 വന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ CCTV ഫൂട്ടേജുകൾ പലയിടങ്ങളിൽ നിന്ന് എടുക്കുകയാണ്. ഈ CCTV ഫൂട്ടേജിൽ നിന്നാണ് ഇത് വ്യക്തമാവുകയും ചെയ്യുന്നത്. അപ്പോൾ തിരക്കേറിയ ഒരു മാർക്കറ്റിലേക്ക് ഇത് വരുന്നതിന് മുമ്പ് ഇത് പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. ഈ വാഹനം എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു എന്ന
വിവരങ്ങൾ കൂടി ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ശേഖരിക്കുകയാണ്. കാരണം ഈ ഡ്രൈവർ ആരെയൊക്കെ കണ്ടു എന്നത് വളരെ പ്രസക്തമാണ്. എന്തൊക്കെ സന്ദേശങ്ങൾ നൽകി, ആർക്കൊക്കെ എന്തൊക്കെ കൈമാറി എന്നൊക്കെയുള്ള വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 29-ാം തീയതി തൊട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അത് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളാണ് ലഭിക്കുന്നത്. അത് ഒരു പൊല്യൂഷൻ ടെസ്റ്റിന് അന്ന് പോയി. ആ പൊല്യൂഷൻ ടെസ്റ്റിന് പോയതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. ഒരു പെട്രോൾ പമ്പിന് സമീപത്തുള്ള ദൃശ്യങ്ങൾ 4:20-നാണ് കേട്ടോ ഈ വീഡിയോ അവിടെ എത്തുന്നത്. അത് ചിത്രീകരിക്കുന്നു. ആ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി അത് പോകുന്നു. അപ്പോഴും ഈ വാഹനത്തിനകത്ത് 3 പേര് ഉണ്ടായിരുന്നു. ഒരാൾ കാർ ഓടിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് 2 പേർ സമീപത്ത് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ 29-ാം തീയതി ഈ ഹണ്ടൈ കാറിൻ്റെ i20 കാറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കാണുന്നു. ഇതിൽ നിരന്തരം ഒന്നിലധികം ആളുകളുണ്ട് എന്ന് വ്യക്തമാകുന്നു. നടന്നത് ഏതായാലും ഒരു ഹൈ ഇൻറ്റൻസിറ്റി എക്സ്പ്ലോഷനാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യം, ഈ കാർ ഓടിച്ച മനുഷ്യൻ ആരെയൊക്കെ കണ്ടു, ഇയാൾ ആരോടൊക്കെ സംവദിച്ചു, എന്തൊക്കെ ആശയങ്ങൾ കൈമാറി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയാണ്. ഈ ഡോക്ടർ ഷഹീദിൻ്റെ എന്ന ഒരു സ്ത്രീക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ഒരു ഗൗരവമേറിയ ഒരു വിഷയമായാണ് കാണുന്നത്. കാരണം ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈ തീവ്രവാദികളുടെ വനിതാ വിങ്ങിൽ ഒക്കെ ഉൾപ്പെട്ട ആളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ മെഹ്മൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഇതിൻ്റെ ഭാഗമാക്കാണ്. അപ്പോൾ അവരൊക്കെ നയിക്കുന്ന ഒരു സംഘടനയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീകൾ പങ്കാളികളാകുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ആശങ്കപ്പെടുത്തുന്ന, അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ കനത്ത തിരിച്ചടി നൽകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. രാജൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ രാജൻ, കേൾക്കാമോ? ശ്രീ രാജൻ. ഇത് സാറ് മുസ്ലിങ്ങളിൽ എല്ലാം ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചെറിയൊരു വിഭാഗമാണ് ഉള്ളത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് ഇവരുടെ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധാരണപ്പെട്ടവരെ കൊല്ലുക. പിന്നെ ഇസ്ലാമിലും സെയിം ഒരു കാറ് പൊട്ടി അതിനകത്ത് 12 പേര് മരിച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു ഇതാണ്. അവർക്ക് അങ്ങനൊന്നും ഇല്ല. ഇവര് എല്ലാം ഇസ്ലാം മതമാക്കണം, മൊത്തം രാജ്യം മൊത്തം ഇസ്ലാം മതമാക്കണം, അത്രേ ഉള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മുസ്തഫ എന്നോടൊപ്പം ചേരുന്നത് പുന്നപ്പറയിൽ നിന്നാണ്. ശ്രീ മുസ്തഫ, അപ്പോൾ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തുടങ്ങുന്നത് ഈ സ്ഫോടനത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, വാറണ്ട് പോസ്റ്ററുകൾ പതിപ്പിച്ചതിനെ തുടർന്നാണ് ഇതിൻ്റെ ആദ്യ അന്വേഷണം വരുന്നത്. ശ്രീനഗറിലെ നൗഗാം ജില്ലയിൽ ഈ ആളുകൾ ചില കല്ലേറ് സൈനികർക്ക് നേരെ നടത്തിയ ആളുകളെ സംബന്ധിച്ചാണ് ആദ്യം അറസ്റ്റ് ഉണ്ടാകുന്നത്. അവരിൽ നിന്നാണ് ആരിഫ് നിസാർ ധാർ, യാസിൻ ഉൾ അഷ്റഫ്, മസൂഖ് അഹമ്മദ് ധാർ എന്നിവരുടെ അറസ്റ്റ് നടക്കുന്നത്. അതിനുശേഷമാണ് ചില പ്രധാന വിവരങ്ങൾ ലഭിക്കുന്നത്. ഷോപ്പിയാനിലെ ഒരു പുരോഹിതൻ മൗലവി ഇർഫാൻ അദീദിനെ പിന്നെ പിടിച്ചിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നു. മുസ്തഫ, ഇത് ഈ രാജ്യം എങ്ങനെ തിരിച്ചടിക്കുമെന്നാണ് ശ്രീ മുസ്തഫ കരുതുന്നത്? ഓക്കെ, യെസ്. ശ്രീ രാജൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ശ്രീ രാജൻ. സാറേ, ഞാൻ ഞങ്ങളുടെ കൊല്ലത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ കളി നടന്ന് ഇന്ത്യ തോറ്റുപോയി, പാകിസ്ഥാൻ ജയിച്ചപ്പോ ഇവര് പടക്കം പൊട്ടിക്കുന്നത് കണ്ട എന്റെ നെഞ്ച് തകർന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ താമസിച്ചുകൊണ്ട് പാകിസ്ഥാൻ ജയിച്ചപ്പോ പാകിസ്ഥാൻ സൈഡ് വെച്ച് അല്ലകുള്ള ചെയ്ത് പടക്കം പൊട്ടിക്കുന്നു. ഇവർ 47 ഇവർക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കൊടുത്തതാ. അന്ന് പോകാത്ത കുറെ എണ്ണം ഇവിടെ നിപ്പുണ്ട്. അന്നേ ഇവരെ പറഞ്ഞേക്കിട്ടായിരുന്നു. ഇവർ എവിടെ ഉണ്ടോ അവിടെ മുഴുവൻ നാശമാണ്. സാറ് പറഞ്ഞു ഇങ്ങനെ ടെററിസ്റ്റിൽ കൂടി മരിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടും? അവർക്ക് 72 ഹൂറിയെ കിട്ടും. അവിടെ സ്വർഗത്തിൽ ചെന്നാല് മധ്യ പോയാ അതും കിട്ടും. ഈ മതം ഇത് നശിച്ച ഒരു മതം എവിടെ ഉണ്ടോ അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അറസ്റ്റിനെ സംബന്ധിച്ച് വരുന്നു. ലക്നൗ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അമോൽ മുക്ത് പറയുന്നു, അവിടെ ലക്നൌവിൽ ഡോക്ടറുടെ അവിടെ എല്ലാം പരിശോധനകൾ വ്യാപകമായി നടക്കുന്നു. പർവേഷ് അൻസാരി ലൊക്കേറ്റഡ് ഇൻ മുട്ടക്കിപ്പുരി ലൊക്കാലിറ്റി ഇൻ IM റോഡ് അണ്ടർ മഡിയോൺ പോലീസ് സ്റ്റേഷൻ. അയാളുടെ വീട് പരിശോധിച്ചു. അയാൾക്ക് ഇത്തരം ഡോക്ടർമാരുമായി ഡോക്ടർ മുസാമിലുമായി ബന്ധമുണ്ട്, അതുപോലെ ഈ ഷഹീദുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചില പരിശോധനകൾ നടക്കുകയാണ് എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ അന്വേഷണവും ഇത് സംബന്ധിച്ച പരിശോധനയും ഇനിയും ഉണ്ടാകും എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അജി കാട്ടാക്കടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അജി. സാർ, ഞാൻ കാട്ടാക്കടയിൽ നിന്ന് വിളിക്കുന്നതാണ്. ഈ പിടിക്കുന്നവരെ ആ സ്പോട്ടിൽ തന്നെ അങ്ങ് തീർക്കണ്ടേ അവരെ കുടുംബത്തെയും കൂടി?
പിന്നെ അവർ പിന്നെ ഈ നമ്മളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പിന്നെ അവർക്ക് നമ്മുടെ ഈ ഇതിൽ ആഹാരവും കൊടുത്ത് അവരെ ഇങ്ങനെ വളർത്തുന്ന എന്തിന്? യെസ്, കറക്റ്റാണ്. നമുക്ക് പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടായത് പോയതിനെ അവരിങ്ങനെ ദുരുപയോഗം ചെയ്യുകയാണ്. നോക്കാം, എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് പ്രവീൺ ആവശ്യപ്പെടുന്നു. ഞാൻ പെട്ടെന്ന് മടങ്ങി വരും, എങ്ങോട്ടും പോകുന്നില്ല. ഒരു ചെറിയ ഇടവേള. ദേവോയി ദാ വന്നു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി? യെസ്, അപ്പോൾ നിരവധി വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഡോക്ടറുടെ സഹോദരനെ സംബന്ധിച്ച് ഡൽഹി സൂയിസൈഡ് ബ്ലാസ്റ്റിൽ ബ്രദർ ഓഫ് ഡോക്ടർ അറസ്റ്റഡ് ഫ്രം അൽഫറ യൂണിവേഴ്സിറ്റി റെയ്ഡ് എന്ന് പറയുന്നു. അവിടെ തുടർച്ചയായ റെയ്ഡുകൾ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. ഈ ഡോക്ടർ ഷഹീൻ ഷാഹിദിൻ്റെ വനിതയാണല്ലോ, അവരുടെ സഹോദരൻ്റെയൊക്കെ വീടുകളിൽ ഒക്കെ പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഉമർ മുഹമ്മദ് സംബന്ധിച്ച് ഈ വാഹനത്തിൽ മരിച്ച ഉമർ മുഹമ്മദിനെ സംബന്ധിച്ചുള്ള കുറേ കൂടി വിശദാംശങ്ങൾ കിട്ടുകയാണ്. അയാളൊരു ഡോക്ടറാണെന്നതിനപ്പുറത്തേക്ക് ജെയ്ഷെ മുഹമ്മദിൻ്റെ ടെറർ മോഡ്യൂളുമായി ഇയാൾക്ക് എന്ത് ബന്ധം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബിജു കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ബിജു ഓക്കെ. വിജയകുമാരൻ പട്ടാമ്പിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ വിജയകുമാരൻ. യെസ്, എനിക്ക് ഒരു ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. മാളയിൽ നിന്ന് പ്രസന്നൻ. ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് ശ്രീ പ്രസന്നൻ ഉറപ്പിക്കുന്നുണ്ടോ? ഇല്ല, അത് അത്തരത്തിലല്ല. അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ. അത് മതിയോ ശ്രീ പ്രസന്നൻ? അന്വേഷണം കൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് നീങ്ങുന്നുണ്ടോ? അല്ല, ഇതേ നമുക്ക് ഒറ്റയടിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങള്, അതിന് മുസ്ലിം ഹിന്ദു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ആഗോള തലത്തിലുള്ള ഒരു ഉഗ്രവാദത്തിന്റെ ഒരു ചെറിയ വേരുകള് നമ്മുടെ നാട്ടിലും പടരും. പക്ഷേ ഇതൊരു കാര്യം വ്യക്തമാണ്, ബഹാവൽപൂരിൽ നിന്നാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ജെയ്ഷയുടെ ആസ്ഥാനമാണ്. മെഹമൂദ് അസർ അവിടെ ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചടി അയാൾ പറയാണ് തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നു. അത് കേട്ടാണ് ചിലർ ഇറങ്ങിത്തിരിച്ച് സ്വയം റോട്ടിൽ ചിതറുകയാണ്. അപ്പോൾ അവർക്കിത് കോഴി അടവച്ച് വിരിയിക്കുന്നത് പോലെ തീവ്രവാദികളെ അടവച്ച് വിരിയിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട്. നേരത്തെ അതിൽ പണമില്ലാത്ത ദരിദ്രം അനുഭവിക്കുന്ന സാധാരണക്കാരെ മനുഷ്യരെയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് മാറി, വിദ്യാസമ്പന്നരാകുന്നു ഡോക്ടർമാർ. നേരത്തെ സ്ത്രീകളുണ്ടായിരുന്നില്ല, ഇപ്പോൾ സ്ത്രീകളുടെ സംഘം വരുന്നു. ഇത് വളരെ ശരിയാണ്. നമ്മുടെ ആഗോള തലത്തിലുള്ള ഒരു ഭീകരവാദത്തിന്റെ ശൃംഖലയിൽ അണിചേരുന്നവർ പലരും വിദ്യാസമ്പന്നരാണ്. ഉദാഹരണത്തിന് നമ്മുടെ അമേരിക്കയിൽ വിമാനം ഇടിച്ചു കയറ്റിയില്ലേ, പൈലറ്റുമാരായിരുന്നില്ലേ അവര്. അപ്പൊ അത് അങ്ങനെ എന്തൊരു വിഭാഗം, അതിന്റെ വേദികൾ നമ്മുടെ നാട്ടിൽ പതുക്കെ പടർന്നിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ എങ്ങനെ ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്യാം, അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാം, മാറേണ്ടതാണ് ഇതൊക്കെ. മറ്റൊരു താലിബാനോ മറ്റൊരു അഫ്ഗാനിസ്ഥാനോ ആയിട്ടൊന്നും മാറാൻ പാടില്ല. ഇങ്ങനെ വളർന്ന് അത്തരത്തിൽ മാറ്റി. ഇപ്പൊ താങ്കളുടെ അഭിപ്രായം. ബേബി എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. ബേബി, കേൾക്കാമോ? ഇതൊരു ലക്നൗ ബേസ്ഡ് ഡോക്ടറാണ് ഇതിന്റെയൊക്കെ പുറകിൽ നിന്ന് മനസ്സിലാകുന്നു. പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദ സംഘം ജെയ്ഷ് മുഹമ്മദിന്റെ ഒരു വനിതാ വിഭാഗമുണ്ട്, ജമാത്ത് ഉൽ മൊമിനാത്ത്. അതിന്റെ
അത് ഈ JEM അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സംഘത്തിലാണ് ഈ വനിതാ ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മറ്റേയാളുടെ പ്രേരണ കൊണ്ടായിരിക്കാം, ഡോക്ടർ ഉമ്മറിൻ്റെ പ്രേരണ കൊണ്ടായിരിക്കാം അല്ലേ? അതെ അതെ സാർ, ഞാനൊരു എഞ്ചിനീയറാണ്. എന്തുകൊണ്ടാണ് ഈ വൈറ്റ് കോളേഴ്സ് ഇവരൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ചിന്തിക്കുമ്പോൾ അത് വളരെ 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 അത് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഒരാൾ എഞ്ചിനീയർ ആകുക, ഡോക്ടർ ആകുക എന്നൊക്കെ പറയുമ്പോൾ വളരെ അംബീഷ്യസ് ആയ ഒരാളാണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, പഠിക്കാൻ മിടുക്കനായിരിക്കണം, നാടിന് സേവനം ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ അല്ലേ? അപ്പോൾ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ഉണ്ടാകാം. അവർ സമ്പാദിച്ച് അതുവഴി അതും ഒരു രാജ്യത്തിനൊരു നേട്ടമാണ്. ഒരു എഞ്ചിനീയർ അയാളുടെ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതുവഴി നികുതി കിട്ടുന്നു, അത് മറ്റുള്ള ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുന്നു, അങ്ങനെ. അപ്പോൾ അങ്ങനെ മുന്നേറാൻ, സ്വയം മുന്നേറാൻ, കുടുംബത്തിന് മുന്നേറാൻ, രാജ്യത്തിന് മുന്നേറാൻ ഒക്കെ ഒരു ഉതകുന്ന ഒരു രീതിയാണ് വിദ്യാഭ്യാസം. അത് പക്ഷേ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല സാർ, ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്ത് വളർന്നു, നമ്മുടെ രാജ്യത്ത് പഠിച്ചു, നമ്മുടെ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്ക് ചെയ്യുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ചേതോ വികാരം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ ആരെങ്കിലും ഒരു ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരക്കണക്കിന് പോയെന്ന് പറയാം. ഇവർക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഉള്ളവര്, നല്ല പോസ്റ്റിലിരിക്കുന്നവര്. ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, നമ്മുടെ രാജ്യത്തെ മുടിക്കുക എന്നുള്ളതാണ്. ആ വാസ്തവത്തിൽ നമ്മുടെ ഈ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവരെ ഇത്രയെങ്കിലും ഒന്ന് ഒതുക്കുവാൻ സാധിച്ചത് നമുക്കറിയാം. പക്ഷേ എപ്പോഴും ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സുരക്ഷിതത്വം എന്നുള്ളത് അത് വിറ്റ് കളയുന്ന ഈ പ്രവർത്തികളെ ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. വ്യക്തമാണ്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് പ്രേക്ഷകരിന്ന് അധികം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ റോഷൻ ശങ്കർ എന്നോട് പറയുന്നു, ഈ തീവ്രവാദിയെ ഡോക്ടർ എന്ന് വിളിക്കല്ലേ പ്ലീസ് എന്ന് പറയുന്നു. ഞാനും അത് അങ്ങ് പറയുന്നതിനോട്, റോഷൻ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇവനെ ഡോക്ടർ എന്ന് ഇത്തരക്കാരെ നമുക്ക് വിളിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ആ ഡോക്ടർ എന്ന പദം ഉപയോഗിച്ചത് ഇതുപോലെ വിദ്യാഭ്യാസം നേടി ഈ നാട്ടിൽ MBBS-ഉം MD-യും ഒക്കെ എടുത്ത ആളുകൾ ഇത് ചെയ്യുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ റോഷൻ്റെ ആ വാക്കുകളോട് വളരെ കൃത്യമായി യോജിക്കുന്നു. ഇയാളെ ഡോക്ടർ എന്ന് വിളിച്ചാൽ അത് നമ്മുടെ നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർക്ക് അതൊരു നാണക്കേടാണ്. അപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതായാലും ജെൻസി വിപ്ലവമൊക്കെ അന്വേഷിക്കണം എന്ന് എന്നോട് കലിപ്പൻ പറയുന്നു. K. മുരളീധരൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഓൾ ഐസ് ഓൺ റാഫ് എന്ന് പറഞ്ഞ ടീമൊക്കെ എവിടെ പോയെന്നാണ് ചോദിക്കുന്നത്. സുഗതൻ ബോംബെയിൽ നിന്ന് എന്നോട് ചേരുന്നു. ശ്രീ സുഗതൻ, ബോംബെയിലൊക്കെ ഭയങ്കര സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയെന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? കേൾക്കാമോ? TV-യിൽ നോക്കരുത്, എന്നോട് ഫോണിൽ സംസാരിക്കും. സുഗതൻ, ഹലോ. ബോംബെയിലൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയോ? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശിവകുമാർ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരും. ശിവകുമാർ. സാർ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാലാകാലമായിട്ട് അനുഭവിച്ചു വന്ന ഒരു വേദനയിൽ കുറെ മാറ്റം വരുത്തിയത് മോദി സർക്കാരാണ്. ഈ മോദി സർക്കാരിനെതിരെ ഈ മുറവിളി കൂട്ടുമ്പോഴത്തേക്കും ഈ തീവ്രവാദത്തെ എങ്ങനെ അടിച്ചമർത്തണമെന്ന് ശരിക്കും നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു വ്യക്തി പോലും പറയുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും തീവ്രവാദം നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മുറവിളി കൂട്ടുന്നത് തീവ്രവാദിയല്ല എന്നാ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ വെച്ച് തീവ്രവാദം നടത്തി കൊല്ലുന്നത്? അതിനെതിരെ തടയിടാനായിട്ട് എന്തുകൊണ്ടാണെന്ന് ഒരു ഗവൺമെന്റും മുൻകൈ എടുക്കാത്തത്? ഒരു തീവ്രവാദി അകത്ത് കയറി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റുന്നില്ല? ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ഗവൺമെന്റ്, അതായത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം തീവ്രവാദത്തിന്റെ ഒരു 85% വരെ കുറഞ്ഞു പോയതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇപ്പൊ നടന്ന സിന്ദൂർ നടന്നതിന് ശേഷം ഇവിടെ എന്തെല്ലാം വിപ്ലവമാണ് അവരുണ്ടാക്കിയെടുത്തത്. അത് തടയിട്ട് നമ്മുടെ പാവപ്പെട്ട കർഷകരെയും ജനങ്ങളെയും വഞ്ചിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. അപ്പൊ അത് ഒഴിവാക്കി ഈ തീവ്രവാദം ഒന്ന് അടിച്ചമർത്താൻ ഗവൺമെന്റ് അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആർമിയെ പോലും കുറ്റം പറയുന്ന ഈ നമ്മുടെ നാട്ടുകാർക്ക് എന്ത് പ്രതിബദ്ധതയാണ് നാട്ടിനോടുള്ളത്? ഈ നാട്ടിനോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അജയ്കുമാർ. സോറി, പെട്ടെന്ന് കേട്ടില്ല. അത് വളരെ ചുരുങ്ങിയ വാക്കിൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു നിർത്താൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മറ്റൊരു പ്രധാന വാർത്ത വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് നീങ്ങാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോയാണ്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശിവകുമാർ കൂടി എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന. ശിവകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് സാർ കേട്ടില്ലായിരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ
കാലഘട്ടത്തിന് അനുയോജ്യമായി തന്നെയാണ് കേന്ദ്ര ഭരണം മുന്നോട്ട് പോകുന്നത്. തീവ്രവാദികളെ അമർച്ച ചെയ്യേണ്ടതും നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതും നമ്മുടെ കടമയാണ്. പക്ഷെ ഇവർ ഈ കാണിക്കുന്ന അക്രമങ്ങൾക്ക് അത്രയും കൊടപിടിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് എന്തിനാണ് ഈ തീവ്രവാദം അവർ ഉണ്ടാക്കുന്നത്? ഇവർ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാണോ അതേ നാട്ടിന് നന്മ ചെയ്യാനാണോ? ഇവരെന്താ ഈ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർമാർ പോലും ഇതിന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തിനാണ് ഇവർ പഠിക്കുന്നത്? ഇവരിപ്പോ തന്നെ ഓരോ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല മുസ്ലിങ്ങളെ കൂടെ ചീത്തയാക്കുന്ന സ്വഭാവമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഈ മോദി സർക്കാരിന്റെ അപ്പൊ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ വിഷയം അവിടെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്തു, ചെങ്കോട്ട സ്ഫോടനം. പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കില്ല, ഇവിടെ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മകൾ. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കെന്നും പ്രചോദനമായി തന്നെ നിൽക്കും. വർദ്ധിത വീര്യത്തോടെ, കരുത്തോടെ, ഐക്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങണം. നമുക്ക് സമാധാനവും നീതിയും നടപ്പിലാക്കിയേ മതിയാവും. ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. പ്രേക്ഷകരോട് ഞാൻ ചോദിച്ച ചോദ്യം, പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു യുദ്ധം അനിവാര്യമാണോ എന്നാണ്. 84% ആളുകൾ അത് അങ്ങനെ വേണം എന്ന തരത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നു.